വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സീമാസ് ലിറ്റിൽ തോട്ട്സ്. ഇതാ ഞാനിന്ന് വൈകുന്നേരം ആയപ്പോൾ കുട്ടികൾ വന്ന് അവരെത്തിക്കഴിഞ്ഞ് അപ്പം ഞാൻ കുറച്ച് ഇലയട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അതിന് ഞാനിതാ മാവ് തയ്യാറാക്കും. മാവ് മീൻസ് ഇത് നന്നായിട്ട് അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇന്ന് അട ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കുഴച്ച് വെച്ച് ഇത്തിരി വെള്ളമായി കുഴപ്പമില്ല, ഈ വെള്ളമായതിന് കുഴപ്പമില്ല, ഈ വെള്ളമായാലും രസമുണ്ടാകും. നമുക്കിങ്ങനെ പരത്തി എന്നിട്ട് ഞാനിതാ ശർക്കരയും തേങ്ങയും പിന്നെ അതുപോലെ തന്നെ ഏലക്കായും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ വെച്ച് ഇനി ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി ഇതാ ഇങ്ങനെ ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കട്ടെ. രണ്ടെണ്ണം വെച്ച് ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ, ഇത് പുറത്താണ് സാധാരണഗതിയിൽ, പുറത്ത് അടുപ്പിൽ വെക്കലുണ്ട്. ഇന്ന് ഗ്യാസിൻ്റെ മുകളിൽ വെക്കാമെന്ന് വിചാരിച്ച്. ഇതാ കുറച്ചും കൂടെ ഉണ്ട്. പിന്നെ ഗോതമ്പിൻ്റെ അടയും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി രണ്ടും കൂടെ എന്താക്കാം, മിക്സ് ചെയ്തിട്ടുണ്ടാക്കാമെന്ന് തോന്നി, രസമുണ്ടാവും. അപ്പോൾ ഇലയിൽ വെച്ചാൽ ഇലയുടെ ചുട്ടാൽ എണ്ണ അധികം വേണ്ട. എണ്ണ പലഹാരങ്ങൾ ഞാൻ ഉണ്ടാക്കലില്ല അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ ഇലക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ. ഇല വെന്താൽ എന്തൊക്കെയോ കിട്ടിയില്ല വെന്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കുട്ടിയെ കിട്ടില്ല. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഞങ്ങളൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ അട ഉണ്ടാക്കലുണ്ടായിരുന്നു. വൈകുന്നേരം അധികം ഞങ്ങൾക്ക് രാവിലെ ആയിരുന്നു അട ഉണ്ടാക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. പിന്നെ അതുപോലെ കല്ലിൽ വെച്ചിട്ട് അട ഇങ്ങനെ ചുട്ടെടുക്കും, അതിന് നല്ല രസമാണല്ലേ, അത് നല്ല രസമുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോഴുള്ള കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ചില അധികം മടിയുണ്ടാവും. പക്ഷെ മടി ഉണ്ടായാലും ചില ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. എന്നെ സംബന്ധിച്ച് ഈ ഇലയട ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൂത്തയാൾക്കാണ് കൂടുതലായിട്ടിഷ്ടം. അവൻ അട എന്ന് പറഞ്ഞാൽ കുറേ തിന്നും, ഒരുപാട് ഇഷ്ടം. അപ്പോൾ അവർ ഉണ്ടാക്കാൻ നമുക്ക് പ്രത്യേക ഒരു ഉത്സാഹമായിരിക്കും അല്ലേ. അവർക്ക് ഇഷ്ടമില്ലാത്ത ഉണ്ടാക്കാൻ നമുക്ക് താല്പര്യവും കാണില്ല. തിന്നുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കി കൊടുക്കാം. എൻ്റെ പോളിസി അങ്ങനെയാണ് കേട്ടോ. ഇലയട വേവുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളാപ്പത്തിൻ്റെ മാവ് ആട്ടി വെക്കേ. കുറച്ച് ആട്ടട്ടെ. നന്നായി ആവി വരുന്ന ഇലയട ഏതെടുക്കട്ടെ. വെള്ളം ജഗ്ഗിൽ അതാ എടുത്ത് കുടിക്ക്. ഇതാ വാവ കൈ കഴുകിക്കാ തീരൂട്ടാ. അട തിന്നാം, നമുക്കിത് കൊടുക്കട്ടോ. ഇവിടെ കാത്തു നിൽക്കുന്നു. അയ്യോ എടുക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ്. ഇലയട നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയാം, എന്നാലും ഒരു ഓളത്തിന് അങ്ങ് പറഞ്ഞു പോയതാണേ. അപ്പോൾ ഓക്കെ, ഇവിടെ വെള്ള എടുക്കാൻ ഇഷ്ടമുള്ളൂ, ഗോതമ്പ് മാത്രമാണെങ്കിൽ അത്ര അങ്ങ് പോകില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് അവരെ പറ്റിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെ, ബൈ സീ യു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ അതുപോലെ ഷെയർ ചെയ്യണോ? ഷെയറും ചെയ്തേക്ക്. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണേ, അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കൂടുമല്ലോ. ഓക്കെ, ബൈ ടാറ്റാ.